മഹാകുംഭമേള വളരെ നല്ലതായിട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. ഇന്ന് മൗനി അമാവാസ്യയായിരുന്നു എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ദിവസം മുഴുവൻ നമ്മൾ ഒന്നും സംസാരിക്കാതെയൊക്കെ വ്രതമെടുത്തു മൗനവ്രതം എടുക്കുന്ന ഒരു ദിവസം. ഇന്നത്തെ ദിവസം വളരെ പ്രധാനപ്പെട്ടതാണത്രേ. അല്ലെങ്കിലും ഈ അമാവാസ്യ ദിവസത്തെ ഈ കുളി എന്ന് പറയുന്നത് എല്ലാ പാവങ്ങളും ഒക്കെ മാറിയിട്ട് പിതൃക്കൾക്കൊക്കെ മോക്ഷം കിട്ടുന്ന അങ്ങനെയൊക്കെയുള്ള കർമ്മങ്ങൾ ചെയ്യുന്ന ദിവസമല്ലേ. ഈ മഹാകുംഭമേളയ്ക്കായിട്ട് ഈ ഗംഗയുടെയും യമുനയുടെയും തീരങ്ങളിൽ ഏകദേശം 12 കിലോമീറ്റർ ദൂരത്തിൽ സ്നാനഘട്ടങ്ങൾ ഇതുപോലെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ത്രിവേണി സംഗമത്തിലെ സ്നാനഘട്ടത്തിനാണ് വളരെ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. അവിടെ ഇങ്ങനെ ആളുകളെയൊക്കെ ഇങ്ങനെ ബാരിക്കേഡ് വെച്ച് തടഞ്ഞു വെച്ചിരിക്കുകയായിരുന്നു രാവിലെ സ്നാനത്തിന് വേണ്ടി. അതായത് ഏകദേശം ഒരു 2 മണിയായപ്പോഴാണ് ഈ ബാരിക്കേഡുകൾ ഇങ്ങനെ തുറന്നത്. ബാരിക്കേഡുകൾ തുറക്കുകയും ചെയ്തതും എല്ലാവരും കൂടി ഇങ്ങനെ തെല്ലി കയറിയിട്ട് ആ തിരക്കിൽപ്പെട്ടാണ് ഈ അപകടം ഉണ്ടായത്. ഒരാളുടെ മണ്ടക്കോട്ട് ഒരാൾ മറിഞ്ഞു വീഴുമ്പോൾ എല്ലാവരും കൂടെ അങ്ങനെ നിന്നാലും കുഴപ്പമില്ല, അതിന്റെ മണ്ടക്കോട്ട് ഇങ്ങനെ ഇങ്ങനെ കയറി കയറി പോകുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. അതായത് മറ്റുള്ളവരെ നമ്മൾ ഒട്ടും ശ്രദ്ധിക്കാതെ അവർക്ക് ഒരു ബഹുമാനവും കൊടുക്കാതെ നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണ് എല്ലാവർക്കും ഇതുപോലെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോഴേക്കും അറിയിപ്പ് വന്നു കഴിഞ്ഞു. ഇങ്ങനെ ചില ചാനലുകളിലൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം നിർത്തിവെച്ചു, എല്ലാം ഒരു അങ്ങനെ പിരിഞ്ഞു പോവുക അങ്ങനെയൊക്കെ ചെയ്യുകയാണെന്ന്. യഥാർത്ഥത്തിൽ നമ്മളിങ്ങനെ ലൈവ് കണ്ടുകൊണ്ടിരിക്കും മിക്കവാറും ഭക്തി ചാനലിലും ഹിന്ദുധർമ്മം ചാനലിലും. തെലുങ്കാണ് നമുക്ക് അതുപോലെയുള്ള ചാനലുകളില്ല. അതിലൊക്കെ ഇങ്ങനെ എപ്പോഴും ലൈവ് കാണിച്ചുകൊണ്ടിരിക്കും കുംഭമേള. ഇടയ്ക്കിടയ്ക്ക് നല്ല നല്ല പാട്ടുകളൊക്കെ ഇട്ട് ഭക്തിഗാനങ്ങളൊക്കെ ഇട്ട് ഇങ്ങനെ കാണിച്ചുകൊണ്ടേയിരിക്കും. ഇങ്ങനെ എല്ലാവരും വരുന്നതും കുളിക്കുന്നതും ഇങ്ങനെ എല്ലാം ഇങ്ങനെ കാണിച്ചുകൊണ്ടേയിരിക്കും. ഭാഷ അറിയണമെന്നൊന്നുമില്ല. 2 ചാനലുകൾ ഇങ്ങനെ, പിന്നെ TTDയുടെ ഉണ്ട്, അതിനകത്ത് ഇത് കാണിക്കത്തില്ല, അവർ തിരുമലയുടെ മാത്രമേ കാണിക്കത്തുള്ളൂ. ഇങ്ങനെ ഭക്തി ചാനലുകളുണ്ടല്ലോ തെലുങ്ക്, അതിങ്ങനെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നാൽ ഭാഷയൊന്നും അറിയണമെന്നില്ല, കൂടുതൽ സംസ്കൃതമല്ലേ പറയുന്നത്. അപ്പോൾ ഭാഷയൊന്നും അറിയണമെന്നില്ല, ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇങ്ങനെ കാണിച്ചുകൊണ്ടേയിരിക്കും, ഇങ്ങനെ ഭക്തിയോടെ എല്ലാവരും വരുന്നതും പാട്ടുകളും എല്ലാം കൂടെ ഭയങ്കര ഒരു വല്ലാത്തൊരു ആംബിയൻസ് ആണ്. അത് കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കാൻ ഓരോരോ അമ്പലങ്ങളിൽ വലിയ വലിയ അമ്പലങ്ങളിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണിക്കും. ആവശ്യമുള്ളവർക്ക് അതിൻ്റെ തെലുങ്ക് ചാനൽ സെർച്ച് ചെയ്ത് വെച്ച് നോക്കാമെങ്കിൽ കാണാൻ പറ്റും. ഭക്തി TV, പിന്നെ ഹിന്ദു ധർമ്മം, ഇങ്ങനെ 2 ചാനലുകൾ. അതുപോലെ TTDയുടെ ഒരു ചാനല്, അത് തിരുമലയിലെ മാത്രമേ കാണിക്കൂ. തിരുപ്പതി തിരുമല ദേവസ്ഥാനത്തിൻ്റെ കാര്യങ്ങൾ, TTD എന്ന് പറഞ്ഞാൽ തിരുമല തിരുപ്പതി ദേവസ്ഥാനം, അവരുടെ കാര്യങ്ങൾ മാത്രമേ കാണിക്കുകയുള്ളൂ. അത് തമിഴിലുമുണ്ട്, അല്ലാതെ തമിഴിലും ചില ഭക്തി TVകളൊക്കെ ഉണ്ട്. അത് നമുക്ക് എപ്പോഴും ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ ഒരു വശത്ത് വാർത്ത വെച്ച് നോക്കുമ്പോൾ അവർ പറയുന്നത് ഇതെല്ലാം നിർത്തി വെച്ചെന്ന്, മറുവശത്ത് ഭക്തി TV ലൈവായിട്ട് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്രയും വലിയ പ്രശ്നം ഉണ്ടായെങ്കിലും അത് പെട്ടെന്ന് തന്നെ എല്ലാം മാറ്റിയിട്ട് എല്ലാവർക്കും പിന്നെ കുളിക്കാനൊക്കെയുള്ള അവസരങ്ങളൊക്കെ ഉണ്ടായി. ഗവൺമെന്റിന്റെ കണക്കനുസരിച്ച് ഏകദേശം 10 കോടി ആളുകളാണ് അത്രേ ഇന്ന് ഒറ്റ ദിവസം കൊണ്ട് അവിടെ വന്നത്. ഈ നേരത്തെ വന്നവര് പോകാതെ അവിടെ തന്നെ ഈ ടെന്റുകളൊക്കെ ഉണ്ടല്ലോ ഒരുപാട്, അതിലൊക്കെ ഞങ്ങൾ താമസിക്കുന്നതും കൊണ്ട് കൂടെയാണ് ഇത്രയും വലിയ തിരക്ക് വരുന്നത്. ഈ അഘോരികള് ഘാടകളൊക്കെ ഈ ആനപ്പുറത്തും ഇങ്ങനെ കുതിരപ്പുറത്തും ഒക്കെ ആയിട്ട് വലിയ ഭയങ്കര എന്താണ് പറയുന്നത്, അങ്ങനെയുള്ള ആഘോഷമായിട്ട് ഇങ്ങനെയൊക്കെ വരുന്ന ദിവസങ്ങളിലൊക്കെയാണ് ഈ കൂടുതൽ തിരക്ക്. അതുപോലെ ഈ ഷാഹി സ്നാനം എന്ന് പറയുന്ന ഈ നാഗസന്യാസിമാര് കയ്യിൽ ഇങ്ങനെ കത്തിയും ഒക്കെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ വന്ന് അങ്ങനെ സ്നാനം ചെയ്യുന്ന എന്താ അതിനാണ് ഷാഹി സ്നാനം അങ്ങനെയൊക്കെ പറയുന്നത്. അപ്പോൾ ഇന്ന് ഈ മൗനി അമാവാസ്യയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമായതുകൊണ്ട് തന്നെ ഈ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി എന്തോ തിരക്കാണെന്ന്. ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് എത്ര വലിയ ഒരുക്കങ്ങൾ ഉണ്ടായാലും നമ്മുടെ ഭാഗത്തു നിന്ന് നമ്മളും കുറച്ചൊക്കെ കൺട്രോൾ ചെയ്തെങ്കിലേ എല്ലാ തരത്തിലും അത് ഏത് പരിപാടിയായാലും ഇങ്ങനെ വിജയിക്കാൻ പറ്റുകയുള്ളൂ. ഒരുപാട് പോലീസുണ്ട്, 11 ആശുപത്രികളുണ്ട്, ഒരുപാട് ടെന്റുകൾ ജീവിക്കാനുണ്ട്, ഫ്രീ ഫുഡ് കൊടുക്കുന്നുണ്ട്, അങ്ങനെ ഒരുപാട് സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഒരുപാട് സംഘടനകളും ഇസ്കോണും ഒക്കെ ആണെങ്കിൽ ഫ്രീ ഫുഡ് കൊടുക്കുന്നുണ്ട്, അത് നല്ല ഫുഡ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ എല്ലാ സൗകര്യങ്ങളും അവരിങ്ങനെ നമ്മൾക്ക് വേണ്ടി ഒരുക്കുമ്പോൾ നമ്മളും നമ്മുടെ ഭാഗത്തു നിന്നും കുറച്ചൊക്കെ ഒരു കൺട്രോൾ വേണം. ത്രിവേണി സംഗമം മാത്രമല്ല, നദിയിൽ എവിടെ സ്നാനം ചെയ്താലും അതേ പുണ്യം തന്നെയാണ് കിട്ടുന്നത്. അല്ലെങ്കിൽ അന്നത്തെ ദിവസം അത് ഓർത്തു വെച്ചോണ്ട് വേറെ എവിടെയെങ്കിലും നിന്ന് സ്നാനം ചെയ്താലും അതേ ഫലം തന്നെ കിട്ടും.
പിന്നെ തീർച്ചയായിട്ടും ഒരാൾ ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ നല്ലത് കൂട്ടത്തോടെയുള്ള പ്രാർത്ഥനയ്ക്ക് കൂടുതൽ ഫലം ഉണ്ട്. പക്ഷേ കൂടെയുള്ളവനെ ചവിട്ടി വീഴ്ത്തുമ്പോൾ ഒരു ദൈവവും തുണയ്ക്കത്തില്ല. അന്നെങ്കിൽ നടക്കട്ടെ എന്നേ വിചാരിക്കുകയുള്ളൂ. ഇങ്ങനെയൊന്നും സംഭവിച്ചപ്പോഴത്തേക്ക് കുറേ പേര് ആഹ്ലാദത്തോടൊക്കെയുള്ള കമന്റുകളൊക്കെ ഇടുന്നുണ്ട്. ഇങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. കാരണം ലൈവ് കണ്ടോണ്ടിരിക്കുകയായിരുന്നു, അതപ്പുറത്ത് നടന്നെന്നും പറഞ്ഞ് ഇപ്പുറത്തെല്ലാം സാധാരണ പോലെ ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. ഒന്നും സംഭവിച്ചതായിട്ട് പോലും ഈ ടി വിയിൽ, ഭക്തി ടി വി ആയിട്ട് ഹിന്ദുധർമ്മമായിട്ട് അങ്ങനൊന്നും കാണിച്ചത് പോലുമില്ല. ലോകത്തിലെ ഏറ്റവും വലിയ ഭക്തജന സംഗമമാണ് ഇത്. അപ്പോൾ അത് അത്രയ്ക്കും പ്രാധാന്യം അതിനുണ്ട്. കണ്ടാൽ നമുക്ക് അതിശയം വരും. ഇത്രയും ആളുകൾ, ഏകദേശം 45 കോടി ആളുകൾ വരുമെന്നാണ് പറഞ്ഞത്. ഓൾറെഡി ഇപ്പോൾ തന്നെ ഇന്ന് 10 കോടി എന്ന് പറയുന്നു. ഇതുവരെയുള്ള ദിവസങ്ങളിൽ ഒരുപാട് ആൾക്കാർ വന്നു കഴിഞ്ഞു. ഏറ്റവും വലിയ ഭക്തജന സംഗമം ഏറ്റവും വലുതാകണമെന്ന് നമ്മുടെ ആഗ്രഹമാണ്. വിജയിപ്പിക്കാൻ ശ്രമിക്കേണ്ടത് അവിടെ ചെല്ലുന്ന ഓരോരുത്തരുടെയും കടമയാണ്. ഓം നമഃ ശിവായ.